പക്ഷേ ഇതൊന്നും നമ്മുടെ സമകാലിക ആൾക്കാർക്ക് ബാധകമല്ല. സമകാലിക വേദപ്രചാരക്ക് ഇതൊന്നും വാസ്തവമല്ല. ഇവിടെ ഒന്നും മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അറിയേണ്ട ഒരു വിഷയമല്ല. അവർക്ക് യജുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോന്ന് പാകിസ്ഥാനിലെ സാധനങ്ങളുടെ രൂപത്തിലാണ് കാണുന്നത് അവരുടെ പാരമ്പര്യത്തിന്റെ. ഇത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾക്കാം. നടരാജ നൃത്തവും കണികാ പരീക്ഷണവും എന്ന് പറഞ്ഞിട്ടുള്ളത് യജുർവേദത്തിനെ പറ്റി പറയുന്നത്. യജുർവേദത്തിന്റെ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ട് ദൈവഗണം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഇന്ത്യക്കാരല്ല ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ദൈവഗണത്തില് 27 കിലോമീറ്റർ നീളമുള്ള ഒരു ട്യൂബ്, അതിനകത്ത് 10⁻⁻120 MB പ്രഷറാ, വളരെ ലോ പ്രഷർ. അതിലൊരു പ്രോട്ടോൺ ഇങ്ങനെ വരും, അപ്പുറത്തുനിന്നൊരു പ്രോട്ടോണും വരും, രണ്ടും കൂട്ടിയിടിക്കും. അതിനകത്ത് ലെപ്റ്റോണുകളും അതുപോലെയുള്ളതും ഹിഗ്സ് ബോസോണുകളും ചേർന്ന് ഈ പ്രത്യേക മണ്ഡലത്തിൽ എത്തുമ്പോ ഷേപ്പും സൈസും മാസും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാൻ. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. 27 കിലോമീറ്റർ നീളത്തിലുള്ള പരീക്ഷണ ട്യൂബ് ആരംഭിക്കുന്നത് സ്വിറ്റ്സർലൻഡില്, അവസാനിക്കുന്നത് ഡെൻമാർക്കിലാണെന്ന് തോന്നുന്നു. ആ ട്യൂബിന്റെ ഈ അറ്റത്ത് 11 അടി പൊക്കമുള്ള താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ വിഗ്രഹ വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം. 27 കിലോമീറ്റർ നീളമുള്ള ദൈവഗണ പരീക്ഷണത്തിന്റെ ഈ അറ്റത്ത് ഓർമ്മിക്കുക, 11 അടി പൊക്കമുള്ള താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ അപ്പുറത്തെ അറ്റത്ത് അർദ്ധനാരീശ്വര സങ്കല്പം, 12 അടി പൊക്കമുള്ള വിഗ്രഹം. നേരിട്ട് അമേരിക്കൻ വേദ എന്ന പുസ്തകത്തില് അതിന്റെ ഫോട്ടോ കണ്ട് തരിച്ചു നിന്നതാ ഞാൻ. യൂട്യൂബിൽ മുഴുവനും ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. ആലോചിച്ച് നോക്കാം. ആ വേദത്തിലെ നമസ്തേ രുദ്രമന്യവൗതോതൈഷവേ നമഃ, നമസ്തേ അസ്തുതന്വനേ ബാഹുഭ്യാമുദതേ നമഃ, യാതൈഷു ശിവതമാ ശിവം ബഭൂവതേതനോ ശിവാശരവ്യായാതവതയാനോ രുദ്രമൃഡയ. ശിവൻ രുദ്രൻ ശിവൻ രുദ്രൻ ശിവൻ രുദ്രൻ. യജുർവേദം. തിരുമേനിമാര് യജുർവേദത്തിൽ അർച്ചന നടത്തുന്നുണ്ടാവും. ഇതാണ് യജുർവേദം എന്നാണ്. യജുർവേദമാണ് കൊണ്ടുവന്നത്. യജുർവേദ ശ്ലോകം ഉദ്ധരിച്ചിട്ട് അവിടെ കണികാ പരീക്ഷണ രാജ് ഹാഡ്രോൺ കൊളാഡറിന്റെ ഒരറ്റത്ത് ഒരു നടരാജ വിഗ്രഹം വെച്ചിട്ടാണ്. അതാണ് അറിഞ്ഞാൽ മതി. ഞാൻ മറ്റൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾ എന്ത് നടക്കുന്നു, പരീക്ഷണം നടക്കുന്നു, ഇതിനെ നിങ്ങളുടെ ലോകഭീഷണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അവിടെ ഒരു നടരാജ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അത് അറിഞ്ഞാൽ മതി. അപ്പൊ ഇതെന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? അവിടെ നമ്മളിത് ഓരോന്ന് പറയുന്നത് നമ്മൾ തപ്പാൻ പോണത്. ഇയാൾ പറയുന്നത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നോണുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതില് 3 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഈ CERN ന്യൂക്ലിയർ റിസർച്ച് ഓർഗനൈസേഷനിൽ ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ മുതൽ പോർട്ടുഗൽ, സ്ലോവാക് റിപ്പബ്ലിക്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, യുണൈറ്റഡ് കിങ്ഡം വരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗങ്ങളാണ്. ഇന്ത്യക്ക് അതിലൊരു ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട്. അതിലൊരു നിരീക്ഷണ പങ്കാളിത്തം, നിരീക്ഷകരായിട്ട് നമ്മളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേറെ രാജ്യങ്ങളുണ്ട്. യൂറോപ്പിന് പുറത്തുള്ള പല രാജ്യങ്ങൾ, ഇസ്രായേൽ അടക്കം, USA അടക്കം, ജപ്പാൻ, റഷ്യ, ഇതൊക്കെ നമ്മുടെ ഒബ്സർവേഴ്സാണ്. അപ്പൊ നമ്മളുടെ വക എന്തെങ്കിലും കൊടുക്കണ്ടേ? അവിടെ ചില വീട്ടിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കില്ലേ? അതേപോലെ നമ്മൾ കൊടുത്തതാണ്. ഇത് ഇരിക്കട്ടെ, നമ്മുടെ വക കണക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തതാണ്. ഇത് അവിടെ കിടന്ന് ഒപ്പം കിടന്നാണ്. ഇത് കൊടുക്കുന്നതിന്റെ ഒപ്പാണ്. ഒരു ഒപ്പും ചാർത്തി അവിടെ. ഇത് നമ്മുടെ 2004 അനിൽ കാക്കോദ്കർ, ചെയർമാൻ ഓഫ് ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ, അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചതാണ് ഈ നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞ സാധനം CERN. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നേരത്തെ കണ്ട വീഡിയോന്റെ ഒരു ഭാഗം കൂടി ഇവിടെ വളരെ യോജിക്കും തോന്നി. கடைசியில விஷயம் பார்லிமெண்ட்டுக்கு போச்சு. பொதுஜன அபிப்பிராயத்துக்கு மதிப்பு வச்சு இந்தியாவில இருந்து சந்திரமண்டலத்துக்கு இந்தியாவை அனுப்ப கவர்னமெண்டார் முடிவு பண்ண. அதுக்காக ஒரு தனி அதிகாரியையும் போட்டா. அதிகாரி ஒரு அபாரமான ஐடியா பண்ணினார். என்ன ஐடியாவோ? அமெரிக்காவோட ஒரு ஒப்பந்தம் செய்து கொண்டார். அதாவது சந்திரனுக்கு போகும் ராக்கெட், தாய்க்கப்பல், பூச்சிவண்டி, ராக்கெட் எண்ணெய், ஸ்பேஸ் உடைகள், டெலிவிஷன் எட்ஸெட்ரா போன்ற சில்லற விஷயங்களை அமெரிக்காவும் ராக்கெட்டை அனுப்புவதற்கு தேவையான வெற்றிலை பாக்கு, பூப்பழம், சூடம், சந்தனம், பச்சி, மாலை, மாதுளை, பந்தல், மேடை, மைக் அரேஞ்ச்மெண்ட், போட்டோகிராஃபர், இது போன்ற அதிமுக்கியமான வெரி இம்பார்ட்டன்டான விஷயங்களை
இந்தியாவே கவனிச்சுக்கும்னு ஒரு ஒப்பந்தத்திலே கையெழுத்து போட்டார். ആ കയ്യെഴുത്ത് പോട്ടാർ ആണ് നമ്മളിപ്പോ കണ്ടത്. അതായത് അതിമുഖ്യമായ വിഷയങ്ങൾ, ഫോട്ടോഗ്രാഫർ, ബൊക്ക, മാല, ഇതൊക്കെ നമ്മുടെ വക. ഈ ടെലിവിഷൻ, മറ്റേ റോക്കറ്റ്, പായ്ക്കപ്പലൊക്കെ അതൊക്കെ അൺഇമ്പോർട്ടന്റ് വിഷയങ്ങൾ, അതൊക്കെ അമേരിക്ക ചെയ്തോട്ടെ. നമ്മുടെ വക അതിമുഖ്യമായ വിഷയങ്ങൾ, നടരാജ വിഗ്രഹം, അത് നമ്മുടെ വക, അത് അവിടെ കിടക്കട്ടെ. ഇതാണ് യജുർവേദത്തിന്റെ കഥ പറഞ്ഞത്. ഇത് എവിടെയാണ്? സേണിൽ നമ്മുടെ സുഹൃത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ രോഹിൻ മൂപ്പർ അവിടെ നിന്ന് അയച്ച ഫോട്ടോ ആണ്. ഇത് അവിടെ കിടക്കുന്നത് കാപ്പി ക്ലബിലാണ്. അവരവിടെ ആൾക്കാർ കാപ്പി കുടിക്കാതിരിക്കുന്ന സ്ഥലത്താണ് ഈ സാധനം ഉള്ളത്. നമ്മുടെ ചില കാപ്പി ഷാപ്പാട് ഹോട്ടലിലൊക്കെ ഇങ്ങനെ ചില ബൊമ്മകളൊക്കെ വെക്കില്ലേ, അതേപോലെ ഒരു ബൊമ്മയാണ് ഈ സാധനം. ഇദ്ദേഹം പറഞ്ഞത് ഇത് മുഴുവനും നേരിട്ട് ഫോട്ടോ കണ്ട് അദ്ദേഹം ആകെ വികാരഭരിതനായി പോയി. ഈ സാധനം വെച്ചിട്ടാണ് ഇവർ ഇത് മൊത്തം ചെയ്യുന്നതെന്നാണ്. ഇത് വലിയ ക്യാമായിട്ട് ധരിപ്പിക്കാം. ഇതാണ് എന്റെ യഥാർത്ഥ അവസ്ഥ. ഇതവിടെ കൊണ്ടേ കൊടുത്ത് എവിടെയെങ്കിലും വെക്കണ്ടേ, അപ്പൊ അത് കാപ്പി കുടിക്കുന്നിടത്ത് അവിടെ വെച്ചിരിക്കാം. ഇതായത് മേലെ ഉപഗ്രഹ ഫോട്ടോ ആണ്, ആൾക്കാർ കാപ്പി കുടിക്കുന്ന കാണാം അവിടെ.